പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ആശംസകളും സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്മയും സ്നേഹവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ ശിക്ഷിച്ചു, ദൈവം എനിക്ക് ദുരന്തം തന്നു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ ചില ആളുകൾ പരാതി പറയാറും പ്രാർത്ഥിക്കാറും ഒക്കെയുണ്ട്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ തിരുവചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വ്യാഖ്യാനിക്കുന്ന വചനം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് ശ്രവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഇവിടെ വെക്കുന്ന വചനം ഓർത്ത് നോക്കുക. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ചിലരൊക്കെ പരീക്ഷകളിലും ദുരിതങ്ങളിലും ഒക്കെ പെട്ടുപോകാനുള്ള കാരണം അവരുടെ തന്നെ ദുർമോഹങ്ങളാണ്, അവരുടെ തന്നെ തെറ്റായ ആഗ്രഹങ്ങളാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വചനം ശക്തമായി ആവർത്തിക്കുകയാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു. 3 വാക്കുകളാണ് അതിനകത്തുള്ളത്. 1 ദുർമോഹം, 2 പാപം, 3 മരണം. ദുർമോഹം കാരണമാണ് പാപത്തിൽ പെട്ടുപോകുന്നത്. ഈ പാപത്തിൻ്റെ വളർച്ചയിലാണ് നിത്യമായ മരണവും നാശം ഉണ്ടാകുന്നതും. അല്ലാതെ ദൈവം ഒരാളെയും ശിക്ഷിക്കുകയോ ഒരാളെയോ
ദുരിതത്തിലേക്കോ തകർച്ചയിലേക്കോ കൈവിടുകയില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച ഒരു കുഞ്ഞ് സംഭവം, കൊച്ചു കഥ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. അതായത് ആഫ്രിക്കൻ കാടുകളിൽ കുരങ്ങന്മാരെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി അവിടുത്തെ ആദിവാസികൾ കണ്ടെത്തിയ ഒരു മാർഗമുണ്ട്. കുരങ്ങന്മാർ കൃഷിയൊക്കെ നശിപ്പിക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ആദിവാസികളുടെ സാമാന്യ ബുദ്ധിയിൽ തോന്നുന്ന ഒരു പ്രക്രിയ, അതായത് അവർ നല്ല രുചിയുള്ള ഒരു ഫലം, അതിൻ്റെ അകത്ത് ഒരു തുളയുണ്ടാക്കും. ഒരു തേങ്ങ പോലെ എന്ന് നമ്മൾ മനസ്സ് വിചാരിച്ചാൽ മതി. അതിൻ്റെ അകത്ത് തുളയുണ്ടാക്കി ഏറ്റവും രുചികരമായ ഭക്ഷണപദാർത്ഥത്തിൻ്റെ ഒരു പൊതി അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെക്കും. ഈ നല്ല പഴവർഗ്ഗത്തിൻ്റെ രുചിയും മണവും കേട്ട് വരുന്ന കുരങ്ങൻ ഇതെടുക്കാൻ വേണ്ടി കൈയിടും. ഒരു ചെറിയ തുളയേ അതിൻ്റെ അകത്തുള്ളൂ. ഈ ചെറിയ തുളയിലൂടെ വേണം കൈയിടാൻ വേണ്ടി. കൈ വളരെ കഠിനമായിട്ട് അതിനകത്ത് കയറ്റാൻ പറ്റുള്ളൂ. എങ്കിലും ഈ രുചികരമായ ഭക്ഷണം കിട്ടാൻ വേണ്ടി കുരങ്ങൻ അതിൻ്റെ അകത്തേക്ക് കൈയിടും. 1 2 മണിയല്ല, കൈ നിറച്ച് വരും. കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടാതെ പോയെങ്കിലോ ഇപ്പം എടുക്കുന്നല്ലേ കിട്ടുകയുള്ളൂ എന്നൊക്കെ വരച്ച് അതിൻ്റെ അകത്ത് കൈയിട്ട് അത് മുഴുവൻ വാരും. ഈ വാരിക്കഴിയുമ്പം കൈ ഇങ്ങനെ ചുരുണ്ടുപോകും. നിവർന്നിരിക്കുന്ന കൈ ലളിതമായി അതിൻ്റെ അകത്ത് കയറുക തുളയിലേക്ക്. പക്ഷെ വാരിക്കഴിയുമ്പോൾ കൈ ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോൾ പിന്നെ കൈ പുറകോട്ട് വലിച്ചാൽ പോരില്ല. ഇതെല്ലാം കിട്ടാനുള്ള മോഹം ഒന്നുപോലും നഷ്ടപ്പെടരുത് എന്ന ചിന്ത കൊണ്ട് ഇതെല്ലാം വാരിക്കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇത് വലിക്കുമ്പോൾ കൈ പുറകോട്ട് പോരില്ല. എത്ര വലിച്ചാലും പുറകോട്ടില്ല. അങ്ങനെയാകുമ്പോൾ അവിടെ കിടന്ന് പടയ്ക്കാൻ തുടങ്ങും. ഇതെടുക്കാനുള്ള വ്യഗ്രതയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂര സ്ഥലത്ത് നോക്കിയിരിക്കുന്ന ഇതിനെ കെണിയിൽ വെച്ചിരിക്കുന്ന ആൾക്ക് മനസ്സിലാകും, ഇതാ കുരങ്ങൻ കെണി വീണിരിക്കുന്നു. അപ്പോൾ അയാൾ ഓടിച്ചെല്ലും. ഓടിപ്പോകാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ഈ കുരങ്ങൻ്റെ തലക്കെട്ട് ഒരടി കൊടുക്കും, കുരങ്ങനെ പിടിക്കുകയും ചെയ്യും. ഇതിൻ്റെ മറുവശമുണ്ട്. ഈ കൈയിട്ട നേരത്ത് കൈ അതുപോലെയാണെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ചുരുട്ടിക്കൂട്ടി പിടിക്കുന്നതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഈ കൈയൊന്ന് നിവർത്തിട്ട് അപകടമാണല്ലോ, രക്ഷപ്പെടണല്ലോ എന്ന് വെച്ച് കൈയൊന്ന് നിവർത്താൽ ഈ കയ്യിലുള്ള ഈ മധുരപലഹാരം അങ്ങ് വിട്ടുകളഞ്ഞാൽ ഈ കുരങ്ങിന് രക്ഷപ്പെടാൻ പറ്റും. മറിച്ച് കുരങ്ങൻ എന്താ ചിന്തിക്കുന്നത്, ഇതിപ്പോൾ കൈവിട്ട് പോയാൽ അതിന് കിട്ടിയാലല്ലോ എന്ന ചിന്തയിൽ ഇത് ആർത്തിയോടെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കെണിയിലേക്ക് പോയിക്കുക. അതായത് അമിതമായ മോഹമാണ് അപകടത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് ചിലപ്പോഴൊക്കെ ജീവിതത്തിലൊക്കെ നമ്മുടെ അതിമോഹങ്ങളാണ് നമ്മളെയൊക്കെ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു സാധാരണ മോഹം, ഒരു സാധാരണ ആഗ്രഹം വലിയ ദുരന്തം നമുക്ക് എത്തിക്കാറില്ല. അതിമോഹത്തിലേക്ക് എത്തുമ്പോൾ അതെന്നും വലിയ കെണിയായി മാറുക. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ ഉണ്ടാകുന്ന പലവിധ തകർച്ചകളുടെയും കാരണം ഈ അതിമോഹമാണ്. തിരുവചനം പഠിപ്പിച്ചു വെക്കുന്ന പോലെ സ്വന്തം ദുർമോഹങ്ങളാലും അതിമോഹത്താൽ പലപ്പോഴും രക്ഷപ്പെടാനാവാത്ത ചില കെണികളിലേക്കൊക്കെ ചെന്ന് വീഴുക. എനിക്കറിയാവുന്ന സഹോദരനെ ഞാൻ ഓർമ്മിക്കും. അയാൾ സാധാരണ സന്തോഷമായി ഭാര്യയും 2-3 മക്കളുമായി സാധാരണ കർഷകനായി ജീവിക്കണം. കൊള്ളാവുന്നൊരു വീടുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ പറയും, ഈ വീടൊന്ന് പൊളിച്ച് പണിയണ്ടേ, ഈ വീടൊന്നും കൂടെ നന്നാക്കണ്ടേ. പിള്ളേർ പറയും, പപ്പ ആ വീട്ടിൽ ടൈൽസ് ഇട്ടിട്ടുണ്ട്, ഈ വീട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, നമ്മളിപ്പോഴും പുറത്തൊക്കെ പോകണ്ടേ, കുറച്ചും കൂടെ നല്ല വീട് പണിയാം. ഭാര്യയും പറഞ്ഞു വീട് പണിയാം. ഈ താല്പര്യത്തോടെ അയാൾ പതുക്കെ ഇത്തിരി പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഒരു കൊച്ചു വീട് പണിയാനുള്ള സ്വപ്നങ്ങൾ വളർത്തിക്കൊണ്ട് വരിക. ഇങ്ങനെയൊക്കെ അയാൾ അവിടുന്ന് ഇവിടുന്ന് മേടിച്ചതും പണിയെടുത്തതുമായ പൈസ കൊണ്ട് ഒരു 4-5 ലക്ഷം രൂപ ഉണ്ടാക്കിയപ്പോൾ ഒരു വീട് പണിയാൻ വേണ്ടി അയാൾ ആഗ്രഹിച്ചു. അയാൾ ധ്യാനത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ വന്നു. വീട് പണിയാൻ വേണ്ടി ചോദിച്ചു, വീട് പണിയാം എന്നൊക്കെ തമ്പുരാൻ്റെ സന്ദേശം കൊടുത്തും ഈ വീട് പണി ആരംഭിക്കാം. വീട് പണിയുടെ പ്ലാൻ എടുത്തപ്പോഴേ എല്ലാവർക്കും അവരുടേതായ മോഹങ്ങൾ കൂടി. ഭാര്യയും ഭർത്താവിൻ്റെ ഒരു റൂം വേണം, 3 മക്കളും പറഞ്ഞ് 3 മക്കൾക്ക് ഓരോ റൂം വേണം. അപ്പോൾ അടുത്ത ആൾ ചിന്തിച്ചു, ഒരു വീട്ടിലൊരു അതിഥി വന്നാൽ കിടത്തണ്ടേ, ഒരു റൂം കൂടെ വേണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ 4-5 മുറികൾ വേണം. ഇപ്പോൾ ഒരു 2 മുറിയിൽ അല്ലെ 3 മുറി താമസിച്ച കുടുംബം യാതൊരുവിധ ആകലാവധികളും ഇല്ലാതെയും യാതൊരുവിധ അലങ്കോലവും ഇല്ലാതെ വഴക്കില്ലാതെ ജീവിച്ച കുടുംബം.
അവരിങ്ങനെ പ്ലാൻ എടുത്തപ്പം പറഞ്ഞു, ഇതാ നമുക്ക് 4 മുറികൾ വേണം. അതിനുശേഷം പറഞ്ഞു നമുക്ക് നല്ലൊരു സെൻട്രൽ ഹോള് വേണം. അതിനുശേഷം പറഞ്ഞു നമുക്ക് അടുക്കള വേണം, വർക്ക് ഏരിയ വേണം. ഇങ്ങനെ പ്ലാൻ എടുത്ത് വന്നപ്പോൾ ഈ വീടിന് വലിപ്പം കൂടി. അതായത് ഇയാൾ കൊള്ളാവുന്ന സാധാരണ വീടും ചിന്തിച്ചപ്പോൾ പിന്നെ വലിപ്പം കൂടുക. അത് കഴിയുമ്പോൾ ആരോ പറഞ്ഞു വെച്ചു, ഇനി എന്തെങ്കിലും കാലത്ത് വലിയ വീട് വെക്കേണ്ടി വന്നെങ്കിലോ 2ാം നില അങ്ങ് പണിതാലോ, ഇന്ന് പണിയുന്നില്ലെങ്കിലും അതിനങ്ങ് സ്റ്റെയർ കേസ് ഇട്ട് വെച്ചാൽ പോരെ. അയാൾ ചിന്തിച്ചു അത് നല്ല സ്റ്റെയർ കേസ് ഇടാം. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആരോ പണിത് വന്നപ്പോൾ സൂചിപ്പിച്ചു, നമ്മൾ എന്തെങ്കിലും കാലത്തൊരു കാറ് മേടിക്കണമെന്ന പോർച്ച് ഉണ്ടാക്കണ്ടേ, പോർച്ചും കൂടെ ഉണ്ടാക്കാം. ഇങ്ങനെ അയാൾ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ അയാളുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്ക് വീട് വലുതാകുക. അയാളിങ്ങനെ കണക്ക് കൂട്ടി ഒരു 10-12 ലക്ഷം രൂപയുടെ വീട് പണിയാം, ഒരു 5 ലക്ഷത്തോളം രൂപ കയ്യിലുണ്ട്, ചെറിയ ലോണാക്കാം ഒരു 5-6 ലക്ഷം രൂപ, ബാക്കിയുള്ള സ്വർണ്ണമൊക്കെ വിറ്റ് ഒരു 10-12 ലക്ഷത്തിന് കൊള്ളാവുന്നൊരു വീട് വെക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ എല്ലാവരുടെയും പ്ലാനും എല്ലാവരുടെയും ആഗ്രഹവും കയറി വന്നപ്പോഴേക്കും ഈ വീട് ഒരു 20 ലക്ഷത്തിൻ്റെ വീടായി തീരുക. ഇയാളുടെ ആകെപ്പാടെയുള്ള 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇയാൾ പണം ബാങ്കിൽ നിന്ന് എടുക്കേണ്ടത് 5 ലക്ഷം എന്ന് കണക്ക് കൂട്ടിയത് അതെടുത്ത് ആവശ്യം വന്നപ്പോൾ 12 ലക്ഷം രൂപ എടുക്കേണ്ടി വന്നു. പിന്നെ കയ്യിലുള്ള സ്വർണവും എല്ലാം വിറ്റിട്ടും പലരോട് കടം മേടിക്കേണ്ടി വന്നു. അയാൾ വീട് പണി തീർന്നു വന്നപ്പം എല്ലാവരുടെയും പ്ലാനും വീടിൻ്റെ മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ഇട്ടും ഗേറ്റ് വെച്ചും വീട്ടിൽ ടൈൽസ് ഇട്ടും 2-3 ബാത്റൂം ഉണ്ടാക്കിയും വർക്ക് ഏരിയ ഉണ്ടാക്കിയും എല്ലാവരും സൗകര്യങ്ങളാക്കിയതേയും വീടിന് 25 ലക്ഷം രൂപ. അയാൾക്ക് ആകെപ്പാട് അയാളുടെ കയ്യിലുള്ളത് 5 ലക്ഷം രൂപ. അപ്പോൾ അയാൾക്ക് ഭീമമായ തുക കടം വന്നു. 20 ലക്ഷത്തോളം രൂപ കടം വന്നു. ഈ കടം ബാങ്കിൽ നിന്നുള്ള കടമുണ്ട്, ആളുകൾ മേടിച്ച കടമുണ്ട്. വീട് വെഞ്ചിരിപ്പം പരിപാടിയും കഴിഞ്ഞ് സ്വസ്ഥമായി ജീവിച്ചു തുടങ്ങി. അടുത്ത മാസമായപ്പോഴേക്കാണ് ഇനി ലോൺ അടയ്ക്കണ്ടേ. കയ്യിലുള്ള എല്ലാ പൈസയും തീർന്നിരിക്കുന്ന നേരമാണ്. വരുമാന മാർഗങ്ങളില്ല. തൽക്കാലം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി 1 മാസം ലോൺ അടച്ചു. 2-ാം മാസം ആകുമ്പം ലോൺ അടയ്ക്കാൻ പൈസയില്ല, പണയം വെക്കാമ്പോൾ സാധനമില്ല. കൈവായ്പ മേടിച്ചവരും ആരോടെങ്കിലും ചോദിച്ച് മേടിച്ചവരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതനുസരിച്ച് അയാളുടെ ടെൻഷൻ കൂടി. അയാൾക്ക് പൈസ ഉണ്ടാകാതെ വരുമ്പോൾ അയാൾ ബ്ലേഡിൽ നിന്ന് മേടിച്ചു, ലോൺ അടച്ചു. പിറ്റത്തെ മാസം ബ്ലേഡിൻ്റെ പലിശയും കൂടിയായി. ബ്ലേഡ് കമ്പനിയിൽ നിന്നും അന്യായ പലിശയ്ക്ക് വാങ്ങി പൈസയുടെ പണം കൊണ്ട് കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ കടം കൂടിക്കൂടി വരിക. ഈടെ അയാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി, ആകെ ക്ഷീണിതനായി, ആകെ രോഗിയായി കണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റി. അപ്പോഴാണ് അയാൾ ഈ കഥയൊക്കെ പറയുക. ഞാനിങ്ങനെ ശാന്തമായി ചിന്തിച്ചു, ഒരു 10-12 ലക്ഷത്തിന് ചെറിയ വീട് വെച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഈ ഉൾക്കണ്ടയില്ലാണ്ട് വീട്ടിൽ കിടക്കാമായിരുന്നു. കടം കൂടാൻ കാരണം എന്താ? ഓരോരുത്തരെയും മോഹങ്ങൾക്കനുസരിച്ച് വലുതായി പോയൊരു വീട്. എല്ലാവർക്കും സൗകര്യമായി. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഈ കുടുംബനാഥന് ഉറക്കം വരുന്നില്ല. സ്വസ്ഥമായി ഉറങ്ങാൻ, ആകുലതകളില്ലാതെയും ഭയമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വീട് സ്വപ്നം കണ്ടിട്ട് ഇപ്പോൾ ഈ പുതിയ വീട്ടിലെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം ഇതിൻ്റെ കടം എങ്ങനെ അടയ്ക്കും? എങ്ങനെ ലോൺ പൂർത്തീകരിക്കും? ഇപ്പോൾ അയാൾ എന്നോട് പ്രാർത്ഥിച്ചത്, അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാന്നാ. ഈ വീട് സ്ഥലം കൂടെ വിറ്റാൽ മാത്രമേ കടം തീരുകയുള്ളൂ. കടം തീർന്നില്ലെങ്കിൽ അയാൾക്ക് രോഗത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല കടബാധ്യത കൂടുന്നതനുസരിച്ച് അയാളുടെ മനസ്സിൻ്റെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടുക. ഞാൻ തിരുവാനം ഇങ്ങനെ ഓർത്തു, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മരണത്തിലേക്ക് നയിക്കുന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഈ കടം വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്യും അച്ഛാ. അതായത് മരണത്തിൻ്റെ ഒരു ധ്വനി പോലും ഞാൻ അവിടെ കേൾക്കുക. തിരുവചനം ശക്തമായി പറഞ്ഞു വെച്ചതാണത്. നിൻ്റെ അമിതമായ മോഹം, അമിതമായ ആഗ്രഹങ്ങൾ കുറച്ച് വെച്ചിരുന്നെങ്കിൽ നിനക്ക് എന്തോ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊക്കെയുള്ള ഒരുപാട് ദുരിതങ്ങളുടെ കാരണങ്ങൾ തപ്പിപ്പോകുമ്പോൾ എല്ലാവരും കൊണ്ടുനടക്കുന്ന അമിതമായ മോഹങ്ങളാണ് പ്രശ്നം. ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾക്ക് കാരണം. ആഗ്രഹങ്ങൾ നിയന്ത്രിച്ചാൽ ദുഃഖങ്ങൾ കുറയും. ചിലരുടെയൊക്കെ ജീവിതത്തിലെ തെറ്റായ ആഗ്രഹങ്ങൾ, അമിതമായ ആഗ്രഹങ്ങളാണ് എന്നും ദുരിതത്തിന് കാരണം. ഈ അമിതമായ മോഹത്തെ, അമിതമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്കിന്ന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ.
മോഹങ്ങൾ ഏറിപ്പോയാൽ ബലൂൺ പോലെയാണത്. ബലൂൺ നല്ലതാണ്, അത് വീർപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷെ അമിതമായി വീർപ്പിച്ചാലോ ബലൂൺ പൊട്ടും. ഈ ബലൂൺ പൊട്ടാനുള്ള കാരണം അമിതമായി വീർപ്പിച്ചതാണ്, സാധാരണ പോലെ വീർപ്പിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ തകർച്ചകൾക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനും ഒക്കെ കാരണം നിങ്ങളുടെ ഉള്ളിലൊക്കെ നിങ്ങൾ വളർത്തിയെടുക്കുന്ന അമിതമായ മോഹങ്ങളാണ്. ഈ അമിതമായ മോഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുകയുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ആരെങ്കിലുമൊക്കെ എന്നോട് നടക്കാൻ പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റും. കുറേ ദൂരം നടന്നാലും ഞാൻ ക്ഷീണിച്ച് വരികയാണ്. ഓടാൻ പറഞ്ഞാലും ചിലപ്പോൾ എനിക്ക് ഓടാൻ പറ്റും, കുറച്ചൊക്കെ ഓടാൻ പറ്റും. ചാടാൻ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഒരു 3 അടിയൊക്കെ ചാടാൻ എനിക്ക് സാധിച്ചേക്കും. പക്ഷെ ആരെങ്കിലുമൊക്കെ എന്നെ പ്രേരിപ്പിച്ചും എന്നെ പ്രോത്സാഹിപ്പിച്ചും ഹൈ ജമ്പ് ചാടാൻ പറഞ്ഞാൽ എനിക്ക് ചാടാൻ പറ്റില്ല. എൻ്റെ ഈ വണ്ണം വെച്ചും എൻ്റെ ഈ വയറ് വെച്ചും ഹൈ ജമ്പ് ചാടാൻ എനിക്ക് പറ്റില്ല. ഹൈ ജമ്പ് ചാടാൻ പൊങ്ങിയാലും ഞാൻ നേരത്തേക്ക് പൊത്തോ എന്ന് പറഞ്ഞ് വീണ് പോവുകയുള്ളൂ. പലരും പ്രേരിപ്പിക്കും, അച്ഛൻ ചാടാൻ പറ്റുമായിരിക്കും, അച്ഛൻ ചാടാൻ പറ്റുമായിരിക്കും, പണ്ട് LP സ്കൂളിൽ ചാടിയിട്ടുള്ളത്, UP സ്കൂളിൽ ചാടിയിട്ടുള്ളത് എന്നൊക്കെ പറയും. പക്ഷേ ഞാനാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്. എനിക്ക് ചാടാൻ പറ്റില്ല. ഇങ്ങനെ ചാടുന്നത് എൻ്റെ ശരീരത്തിൽ ചേർന്നതല്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ടും അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്കൊത്തും എൻ്റെ മോഹങ്ങൾ കൂട്ടി എനിക്ക് തോന്നുകയാണ് എനിക്കൊരു 1 മീറ്റർ ഹൈ ജമ്പ് ചാടാം എന്ന് വിചാരിച്ച് ഞാൻ ചാടാൻ വേണ്ടെങ്കിൽ പരിശ്രമിച്ചാൽ പൊങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പയിൽ തട്ടി വീഴും. ഈ കമ്പൻ ശരീരത്തിൽ എവിടെയെങ്കിലും കൊണ്ടുകയറും, ഞാൻ രോഗിയാകുകയും ചെയ്യും. അപ്പോൾ ഓർക്കണം, ഞാനിങ്ങനെ ഹൈ ജമ്പ് ചാടാൻ നോക്കിയിട്ട് ഉരുണ്ട് വീണിട്ട് അയ്യോ ഞാൻ വീണ് പോയില്ലേ, എനിക്ക് അപകടം സംഭവിച്ചില്ലേ, ഞാൻ ഇത്രയും വചനം പ്രസംഗിക്കുന്നത് ഞാൻ ചാടിപ്പോയിട്ടും ദൈവം എന്നെ കാത്തില്ലല്ലോ എന്നൊന്നും പറയണ്ട. ഞാൻ ചാടാൻ പാടില്ല. ഞാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിൻ്റെ തെറ്റായ മോഹങ്ങളുടെ പുറകെ പോയാൽ എനിക്കെന്നും അപകടമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയായി സാമ്പത്തികമായ അസ്വസ്ഥത കടന്നു വരിക. ഒരുപാട് കടബാധകളെക്കുറിച്ചാണ് എല്ലായിടത്തും കേൾക്കുന്നത്. ഇന്ന് ധ്യാന കേന്ദ്രങ്ങൾ ധ്യാനിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് അച്ഛാ കടം വീട്ടാനുള്ള മാർഗത്തെക്കുറിച്ചാണ്. ഞാൻ അവരോട് ചോദിക്കും, കടം വീട്ടാൻ എന്താ മാർഗം? ആകാശത്ത് മന്ന പൊഴിച്ചതുപോലെ ദൈവം സ്വർണ്ണമൊന്നും ഇട്ട് തരികയില്ല. ആകാശത്ത് മന്ന പൊഴിച്ചതുപോലെ നോട്ട് കെട്ടുകൾ ഇട്ട് തരികയില്ല. അല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്നതുമില്ല. പിന്നെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? നമ്മൾ നമ്മുടെ ജീവിതക്രമത്തെ ക്രമീകരിക്കാതെ നമുക്കൊരിക്കലും തന്നെ ജീവിതത്തിൽ സന്തോഷകരമായ വളർച്ച ഉണ്ടാകുകയില്ല. കടബാധകൾ മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തിയേ പറ്റൂ. അതിമോഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഈ അതിമോഹം കാരണം നമുക്കെന്നും ദുരിതവും ദുഃഖവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ന്യായമായ മോഹങ്ങളിലേക്കും ന്യായമായ ആഗ്രഹങ്ങളിലേക്കും തിരിച്ചു വരാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞു വെക്കുന്നത്. ഈ ലോകത്തിൻ്റെ ശൈലികൾക്കനുസരിച്ച്, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്വപ്നങ്ങൾ കൂട്ടിക്കൂട്ടി വന്നാൽ ആ മേഖലകളിലെല്ലാത്തിലും പരാജയപ്പെടാൻ പോവുകയാണ് നമ്മൾ. ഞാൻ ഓർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവകഥയിലേക്ക്, ഈ മനുഷ്യൻ ഒരു കൊച്ചു വീട്ടിൽ സ്വസ്ഥമായി ജീവിച്ചതാണ്. അയാൾക്കൊരു വീട് വേണം, എല്ലാവരെയും പോലെ ആയിക്കോട്ടെ വീട് വേണം എന്ന് വെച്ചാൽ വീട് വെക്കുമ്പോൾ അയാൾക്ക് കൊക്കിന് ഒതുങ്ങാവുന്ന രീതിയിലുള്ള, അയാൾക്ക് നിയന്ത്രിക്കാനാവുന്ന രീതിയിലുള്ള വീടായിരുന്നുവെങ്കിൽ ഈ സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാമായിരുന്നു. വലിയ വീട് വെച്ചത് കൊണ്ടാണ് അയാൾക്ക് അന്ന് വീട് വിട്ടു പോകേണ്ടി വന്നത്. മറിച്ച് സ്വാഭാവികമായ രീതിയിലായിരുന്നെങ്കിൽ അയാൾക്ക് സ്വസ്ഥമായി ജീവിക്കാം. ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ അതിമോഹമാണ്. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, അച്ഛാ ആകെ കടത്തിപ്പെട്ടിരിക്കുക, ബാങ്ക് ലോൺ ഇങ്ങനെ പെരുകി വരിക, എന്ത് ചെയ്യണം നടത്തില്ല. ഞാൻ എന്തിനാ ബാങ്ക് ലോൺ? അച്ഛാ മോനെ പഠിക്കാൻ വിട്ടത്. അച്ഛാ എവിടെ പഠിക്കാൻ വിട്ടത്? ഇംഗ്ലണ്ടിൽ MBA പഠിക്കാൻ വിട്ടു. +2 കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ അവിടെ ഇവിടെ പറഞ്ഞിട്ട് പയ്യൻ വന്ന് പറഞ്ഞു, ഇംഗ്ലണ്ടിൽ പോയി MBA പഠിച്ചാൽ ഭയങ്കര ജോലി സാധ്യതയുണ്ട്. ഈ വാക്ക് കേട്ടു പയ്യന് ഭയങ്കര ആഗ്രഹം പുറത്തു പോകണമെന്ന്. അതിനവനെ ഉണ്ടാക്കിയതാണ് MBA പഠിക്കാൻ പോകാം. സാധാരണ കർഷകനായ അപ്പന് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാതെ എങ്ങനെയോ ലോണൊക്കെ എടുത്തു. ഈ പയ്യൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയി, 20 ലക്ഷത്തോളം രൂപ ചിലവായി. ഇപ്പോൾ ജോലിയില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ പോയ പയ്യൻ അവിടെ പഠിച്ച് ജോലി കിട്ടിയില്ല. അവൻ തിരിച്ചു കൊണ്ടു വന്നു. ഈ കടം എങ്ങനെ വീട്ടും? ഞാൻ വെറുതെ ശാന്തമായി ഈ പയ്യനോട് ചോദിച്ചു, മോനെ ഇവിടെ സാധാരണ ഒരു MBA
ഏത് സ്ഥാപനത്തിൽ പഠിച്ചതെങ്കിലും 1-2 ലക്ഷം രൂപയാവും. ഈ 1-2 ലക്ഷം രൂപ വിദ്യാഭ്യാസ ലോൺ എടുത്തിരുന്നെങ്കിൽ ഇത് അടച്ചു തീർക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നു. ഈ 20 ലക്ഷം രൂപ പെരുകി വരുമ്പോൾ എങ്ങനെ അടച്ചു തീർക്കും? അടച്ചു തീർക്കാൻ പറ്റാത്തപ്പോൾ ഇത് പയ്യനും അസ്വസ്ഥയായി, കുടുംബത്തിനും അസ്വസ്ഥയായി. ഒരു സാധാരണമായി ലഭിക്കാമായിരുന്ന കാര്യത്തിന് വേണ്ടി അമിതമായ അധ്വാനം വ്യയം ചെയ്യുമ്പോൾ അത് നമുക്ക് തിരിച്ചു നൽകുന്നത് വലിയ ക്ഷീണമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പുറത്തു പോകുന്നു, വിദേശങ്ങളിൽ പോകുന്നു, അവിടെ ഇവിടെ പോകുന്നു. അതൊക്കെ തന്നെ ഇവിടെ പഠിക്കാവുന്നതാണ്, ഇവിടെ നേടാവുന്നതാണ്, ഇവിടെ വെച്ച് സ്വന്തമാക്കാവുന്നതാണ്. വേണ്ടാത്ത മോഹങ്ങളുടെയും കഥകളുടെയും പുറകെ ഇങ്ങനെ നെട്ടോട്ടോടി എവിടെയൊക്കെയോ ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോവാം. പണ്ട് ടോൾസ്റ്റോയുടെ കഥ സ്കൂളിൽ പഠിച്ച് ഓർത്ത് വെക്കണം. ഒരാൾക്ക് എത്ര അടി മണ്ണ് വേണമെന്നും, ഒരാൾക്ക് ജീവിക്കാൻ, ഒരാൾക്ക് ഓടിപ്പോകാൻ, ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം എത്ര അടി മണ്ണ് വേണമെന്നും, ഒരുപാട് കിട്ടാണ്ട് മോഹിച്ചിടുന്ന മനുഷ്യന് എവിടെ എത്തിയില്ലെന്നും അവസാനം 6 അടി മണ്ണിലേക്ക് ചുരുങ്ങിയെന്നൊക്കെയുള്ള ടോൾസ്റ്റോയുടെ കഥ മനസ്സിൽ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിമോഹങ്ങളെ നിയന്ത്രിച്ചേ പറ്റും. അത് ഏത് മേഖലയിലായാലും. അതിമോഹം, സുഖത്തിന് വേണ്ടി അതിമോഹം എന്നും നമ്മളെ പാപത്തിലേക്ക് നയിക്കും. പലപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിലും ടി വികളിലും കാണാറില്ലേ, പല ചെറിയ കുട്ടികളൊക്കെ മോഷണത്തിലേക്ക് പോകുന്നത്. എന്തിനാ മോഷണത്തിലേക്ക് പോയത്? അവരുടെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. മാല മേടിക്കാൻ വേണ്ടി, സൈക്കിൾ മേടിക്കാൻ വേണ്ടി, ആർഭാടത്തിന് വേണ്ടിയിട്ടാണ് മോഷണത്തിലേക്ക് പോയത്. അടിപൊളിയായി ജീവിക്കാൻ, വലിയ സുഖകരമായി ജീവിക്കാൻ, പണം കണ്ടെത്താൻ വേണ്ടി അവർ മോഷണത്തിലേക്ക് പോയി. അതായത് ദുർമോഹം പാപത്തിലേക്ക് നയിച്ചു. പാപത്തിൽപ്പെട്ട് കഴിയുമ്പോഴോ അത് നാശത്തിലേക്ക് പോയി. ഒരിക്കൽ പിടിക്കപ്പെടുകയും ജയിലാക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ജീവിതം തന്നെ തീർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയെത്തിയും. ഈ 3 വാക്കും വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. അതിമോഹം, പാപം, മരണം എന്ന് പലരുടെയും ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിലല്ല, സാമൂഹ്യ മേഖലയിലും ആന്തരിക മേഖലയിലും മരണത്തിലൂടെ കടന്നു പോവുക. കാരണം അവർ കൊണ്ടു നടക്കുന്ന അതിമോഹങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും, നമുക്ക് നമ്മുടെ മോഹങ്ങളെ താഴ്ത്തി വെച്ച് ചിന്തിക്കാം. അതുകൊണ്ട് ഈശോ ചിന്തിച്ചത്, ഈശോ നമ്മൾ പഠിപ്പിച്ചത്, എന്തിനാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നത്? ഈ ഒരു ദിവസത്തെ ക്ലേശം മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ ദിവസത്തിൻ്റെ ക്ലേശം മതി, ഓരോ ദിവസത്തിൻ്റെ അനുഭവങ്ങൾ മതി, ഓരോ ദിവസത്തിന് സന്തോഷം മതി. അത്രമാത്രം ശാന്തമായി മനസ്സിനെ പാകപ്പെടുത്താനാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഈ പാകപ്പെടുത്തലില്ലെങ്കിൽ അതെന്നും അപകടമായും ദുരിതമായും തകർച്ചയായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ സമസ്ത മേഖലകളിലും നമുക്ക് ഈ ദിവസങ്ങളിലും ഈ വർഷങ്ങളിലുമൊക്കെ വേണ്ടാത്ത മോഹങ്ങളുടെ പുറകെ പോകരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു വെക്കും, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ തെറ്റായ മോഹങ്ങളുടെ പുറകെ പോകരുത്. അത് സാമ്പത്തിക മേഖല ഒരു മേഖല ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ ലാളിത്യത്തെക്കുറിച്ചും ലളിതമായി ജീവിക്കുന്ന മനോഭാവങ്ങളെക്കുറിച്ചും വളരെ കരുതലോടെ ഈ ദിവസങ്ങൾ ചിന്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന ആളുകളൊക്കെ ഞാൻ സൂചിപ്പിച്ചു വെക്കും, വീട്ടിലെ എല്ലാ ചെലവുകളും ചുരുക്കാൻ ബോധപൂർവം പഠിക്കണം. അമിതമായ വലിപ്പങ്ങളിലേക്ക് പോയേക്കരുത്. അത് വീട് പണിയുമ്പോഴായിരിക്കാം, കാറ് മേടിക്കുമ്പോഴായിരിക്കാം, ഡ്രസ്സ് മേടിക്കുമ്പോഴായിരിക്കാം, ഏത് യാത്രയ്ക്കായിരിക്കാം. ഏതെല്ലാം മേഖലകളിൽ ചെലവ് ചുരുക്കാമോ അത്രയും ചെലവ് ചുരുക്കാൻ മാത്രമേ നമുക്കിനിയുള്ള കാലഘട്ടങ്ങളിൽ വളരാൻ പറ്റുള്ളൂ. ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും കാലഘട്ടം നമുക്കെന്നും ദുരിതമാണ്. എല്ലായ്പ്പോഴും ധൂർത്തുകളുടെ പുറകിൽ പോകാനുള്ള ഒരു വ്യഗ്രത, ഒരു അപകർഷാബോധത്തിൻ്റെ നെഗറ്റീവായൊരു വ്യഗ്രത മലയാളിക്കുണ്ട്. അവൻ അപകർഷാബോധത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയ പൊങ്ങച്ചത്തിലേക്ക് പോവുക. പലപ്പോഴും പൊങ്ങച്ചത്തിൻ്റെ മേഖലയിലായി വീടുകളാകട്ടെ, കാറുകളാകട്ടെ, ഡ്രസ്സുകളാകട്ടെ. പ്രിയപ്പെട്ടവരെ, ബോധപൂർവം നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ചെലവ് ചുരുക്കണം. ഒരാളും ആർഭാടത്തിന് പുറകെ പോകരുത്, ഒരാളും ദുർമോഹങ്ങളുടെ പുറകെ പോയേക്കരുത്. എത്രമാത്രം ലളിതമായും എത്രമാത്രം സിമ്പിളായി ജീവിക്കാമോ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ സ്വസ്ഥത കിട്ടുള്ളൂ. അമിതമായ മോഹങ്ങൾ എന്നും നമ്മളെ ദുരിതത്തിലേക്ക് നയിച്ചുള്ളൂ. ഈ അമിതമായ ആഗ്രഹങ്ങളുടെ പുറകെ പോയി ജീവിതത്തിന് മുഴുവൻ സ്വസ്ഥത നഷ്ടപ്പെട്ട് നമ്മൾ ശരീരത്തിലും മനസ്സിലും മരിച്ചവരെ പോലെ ആകരുത്. ഈശോയുടെ മനസ്സ് കൊണ്ടെടുക്കണം.
ഈ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും ലളിതമായി ജീവിക്കാൻ, ഏറ്റവും സിമ്പിളായി ജീവിക്കാനുള്ള ഒരു ആത്മീയ വളർച്ചയും കൊണ്ട് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മോഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. വചനം ഒന്നും കൂടെ ഓർപ്പിക്കുന്നു, നിന്റെ അതിമോഹങ്ങളാണ്, അതിദുർമോഹങ്ങളാണ് നിന്നെ പാപത്തിലേക്ക് നയിച്ചത്. ഈ പാപമാണ് നിനക്ക് മരണത്തിന് കാരണമായത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ മോഹങ്ങളെയും പ്രവണതകളെയും നിയന്ത്രിക്കാനുള്ള വലിയ മനസ്സ് നമുക്കുണ്ടാകണം. മൂലപാപങ്ങൾ 7-നെക്കുറിച്ച് പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അവിടെ പറഞ്ഞു വെക്കുന്നില്ലേ, ദ്രവ്യാഗ്രഹം എന്നൊരു മൂലപാപത്തെക്കുറിച്ച്, അതിമോഹത്തെക്കുറിച്ച്. ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ മോഹമാണത്. അതാണ്, ആ മൂലഭാവത്തെയാണ് ഞാൻ നിയന്ത്രിക്കേണ്ടത്. എങ്കിലേ ദൈവാത്മാവ് എന്നിൽ വളരുകയുള്ളൂ. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ദുർമോഹത്തെ നിയന്ത്രിക്കാനുള്ള ആത്മീയ കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ നിമിഷം നിൻ്റെ ആത്മാവിനെ ശക്തി പ്രാപിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ നിറയട്ടെ. ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയൊക്കെ നിയന്ത്രിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബലം ഞങ്ങൾക്ക് തരണമേ. തെറ്റായ മോഹങ്ങളും തെറ്റായ ആഗ്രഹങ്ങളും ഞങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ ദൈവാത്മാവെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞാനും ഈ വചനം കേൾക്കുന്ന എല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവെ, പ്രലോഭനങ്ങളിലെ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിമോഹങ്ങളുടെ പുറകെ പോകാനുള്ള ലൗകിക വ്യഗ്രതയിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. എല്ലാവരെയും പോലെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൊക്കെ പെട്ട് പരാജയപ്പെട്ടു പോകുവാൻ എന്നെ കൈവിടരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവികമായ സന്തോഷവും സമാധാനത്തിലും ആശ്രയം വെക്കുവാനും ഭൗതികമായ വസ്തുക്കളുടെ പുറകെ അമിതമായി വ്യയം ചെയ്യാതിരിക്കാനുള്ള ആത്മീയ കരുത്ത് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തുള്ള മദർ ഹോമിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ സ്വാഗതം. എല്ലാ 2-ാം ശനിയാഴ്ചയും ഏകദിന ധ്യാനവും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്.